ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തൃതീയ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം മുതലാണ്. ശ്രീമൈത്രേയ ഉവാച ദേവഹൂത്യഭിസന്ദേശം ഗൗരവേണ പ്രജാപതേഃ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അവജദ്ഗുരും. മൈത്രേയൻ പറയുകയാണ്, കർദമ പ്രജാപതിയുടെ ഉപദേശവാക്കുകളിൽ ദേവഹൂതിക്ക് എന്നും വിശ്വാസം ഉണ്ടായിരുന്നു. കർദമൻ്റെ ഉപദേശം വളരെ ഗൗരവത്തോടെ നന്നായി ശ്രദ്ധിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ സർവഭൂതാശയസ്ഥിതനായ ഭഗവാനെ ഗുരുവായി കരുതി ഭജിച്ചു. തസ്യാം ബഹുതിരേ കാലേ ഭഗവാൻ മധുസൂദനഃ കാർദമം വീര്യമാപന്നോ ജജ്ഞേ അഗ്നിരിവദാരുണേ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ച് ആ മന്ത്രത്തിൽ മാത്രം മുഴുകിയ ദേവഹൂതി കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അരണിയിൽ നിന്നും അഗ്നി പ്രത്യക്ഷമാകുന്നതുപോലെ കർദമൻ്റെ വീര്യത്തിലൂടെ ഭഗവാൻ മധുസൂദനൻ ദേവഹൂതിയുടെ ജഠരത്തിൽ വന്ന് അവതാരം കൈക്കൊണ്ടു. അവാദയന്തദാവ്യോംനി വാദിത്രാണി ഖനാഃ ഗായന്തി തം സ്മ ഗന്ധർവാ നൃത്യന്തി അപ്സരസോ മുധാ. ആ അവതാര സമയത്ത് ദേവകൾ വർഷരൂപത്തിൽ ആകാശത്തിൽ സംഗീതമഴ പൊഴിച്ചു. ഗന്ധർവന്മാർ ഭഗവാന്റെ മഹിമകളെ പാടി പുകഴ്ത്തുകയും അപ്സര സ്ത്രീകൾ സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയും ചെയ്തു. പേതുസുമനസോ ദിവ്യാഃ കേചരേയപവർജിതാഃ പ്രസേദോശ്ച ദിശഃ സർവാ അംബാംസി ച മനാംസി ച. ഭഗവാന്റെ അവതാരത്തിൽ വളരെയധികം സന്തുഷ്ടരായ ദേവതകൾ ആകാശവീതിയിൽ ഓടിക്കളിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ജലാശയത്തിലെ ജലജീവികളുടെയും പ്രകൃതിയിലെ സർവഭൂതങ്ങളുടെയും ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞ് ഒഴുകി. തത്കർദമാശ്രമപദം സരസ്വത്യാ പരിശ്രിതം സ്വയംഭൂസാഗം ഹൃഷിഭേ മരീചാതിവിരഭ്യയാത്. സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട ബിന്ദു സരോവരത്തിലെ കർദമാശ്രമത്തിൽ മരീചി മുതലായ ഋഷിമാരോടുകൂടി സ്വയംഭൂവായ ബ്രഹ്മാവും അവിടെ ഭഗവത് അവതാര സമയത്ത് വന്ന് ചേർന്നു. ഭഗവന്തം പരം ബ്രഹ്മ സത്വേനാംശേന ശത്രുഹൻ തത്വസംഖ്യാന വിജ്ഞപ്തി ജാതം വിദ്വാനജസ്വരാട്. അല്ലയോ ശത്രുനാശക, ദേവഹൂതിക്ക് സാംഖ്യശാസ്ത്രയോഗമാകുന്ന ബ്രഹ്മതത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഭഗവാൻ ഹരി സത്വഗുണപ്രധാനിയായി തൻ്റെ അംശാവതാരമായി ദേവഹൂതിയുടെ ഗർഭത്തിൽ അവളുടെ പുത്രനായി വന്നവതരിക്കുവാനായിട്ട് പോകുന്ന വിവരം സർവജ്ഞനും സ്വയംഭൂവുമായ ബ്രഹ്മാവിന് അറിയാമായിരുന്നു. സഭാജയൻ വിശുദ്ധേന ചേതസാ തച്ചികീർഷിതം പ്രഹേഷ്യമാണൈരസുഭിഃ കർദമം ചേതമഭ്യദാത്. അവതാര ഉദ്ദേശം മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ വളരെ സന്തുഷ്ടനായി ഭഗവാനെ ദർശിച്ച് സ്തുതിക്കുവാനായിട്ടാണ് കർദമാശ്രമത്തിൽ വന്നിരിക്കുന്നത്. അവിടെ എത്തിയ ബ്രഹ്മദേവൻ കർദമമുനിയോട് ഇപ്രകാരം പറഞ്ഞു. ഈ 11-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.